ഹലോ ഹോൾ, ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് വേൾഡ് ഓഫ് ഡേറ്റ്സ് എന്നൊരു ഫെസ്റ്റിവലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സൗദി അറേബ്യ ആണല്ലോ, അപ്പോൾ അവിടുത്തെ കാരക്ക അതാണല്ലോ മെയിൻ. സൗദി അറേബ്യൻ്റെ നാഷണൽ ട്രീ ആണ് എന്താ പറയുക, കാരക്കമരം. അപ്പോൾ നമ്മളത് അതിന്നുണ്ടാകുന്ന കാരക്ക വെച്ചിട്ടുള്ള പല പല ഐറ്റങ്ങൾ ഇവിടെ കാണുന്നതാണ്. എൻ്റെ കെട്ടുവൻ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ കെട്ടുവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് അതിൻ്റെ പേര്. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ് വന്നത്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടില്ല, എന്തൊരു ഭംഗി അറിയാം. ഫുള്ള് ലൈറ്റിങ് കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. ഫുള്ള് ലൈറ്റും ഈന്തപ്പനകളും, മെയിൻ ഈന്തപ്പനയാണല്ലോ, ഈന്തപ്പനകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടത് ഫുള്ള് സ്റ്റോളുകളാണ്. എന്ന് വെച്ചാൽ കാരക്ക വെച്ചിട്ടുള്ള എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. എന്ന് വെച്ചാൽ പ്യുവർ കാരക്കകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് ക്വാളിറ്റികളുണ്ട് ഇതിനെന്ന് ഞാനിവിടെ വന്നതിന് ശേഷം അറിയുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മളൊരു കാര്യം പറയുന്നത്, അവിടെ ഐസ്ക്രീം ഫ്രീ ആണ്. 2 തരം ഐസ്ക്രീമുകളുണ്ടായിരുന്നു. ഒന്ന് ഡേറ്റ്സും പിന്നൊന്ന് ഹണി. ഞാനെടുത്തത് ഹണിയും എൻ്റെ കെട്ടുവിനെടുത്തത് കാരക്ക ഡേറ്റ്സിൻ്റെ. എനിക്ക് രണ്ടും കഴിച്ചപ്പോൾ തോന്നിയത് എൻ്റെതാണ് ബെറ്റർ എന്നാണ്. എൻ്റെ കെട്ടുവിനക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. എക്സ്പ്രഷൻ കണ്ടാൽ തോന്നും കൊള്ളാമായിരുന്നു. പക്ഷെ കൊള്ളാട്ടോ, രണ്ടും കൊള്ളാം. പക്ഷേ എൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി രണ്ടും കഴിച്ചപ്പോൾ. പിന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റോളിലേക്ക് നടക്കാൻ തുടങ്ങി. കാരക്കകൾ കാണുമ്പോൾ മേടിക്കാൻ തോന്നും, പക്ഷെ ഭയങ്കര വിലയാണ്. വിലയ്ക്കനുസരിച്ചുള്ള ക്വാളിറ്റി അവിടെ ഉണ്ട്. കാരക്ക വെച്ചിട്ടുള്ള തേന്, പിന്നെ അത് മെൽറ്റാക്കിയത്, പിന്നെ അത് വെച്ചിട്ടുള്ള പലഹാരങ്ങൾ, കാരക്ക കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഫുള്ള് ആടെ ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇത് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കേട്ടോ. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈഫിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് അറബികൾ ഈ കാരക്ക കേടുവരാതെ സൂക്ഷിക്കൽ എങ്ങനെയാണെന്നാണ് ഇയാൾ പറഞ്ഞു തരുന്നത്. അറബിയിലാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇത് ആടിൻ്റെ തൊലിയാണ്. അവിടെ ആ താഴെ കിടക്കുന്ന ആടിൻ്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഇതാണ്, ഒരു പാത്രം പോലത്തെ. അതിലവരെന്ത് ചെയ്യും, കാരക്ക നിറച്ചിട്ട് തുന്നിയിട്ട് സൂക്ഷിക്കലാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ കേടുവരാതെ എത്ര വർഷം വേണമെങ്കിലും നിൽക്കും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. ഇതവിടുത്തെ പരമ്പരാഗത പാട്ട് കണ്ടാൽ നമുക്ക് തോന്നും മറ്റേ ദഫ് മുട്ടൊക്കെ പോലെ ഉണ്ടല്ലേ നമ്മളെ നാട്ടിലത്തെ. ഇനി അതാണോ ഇത് എനിക്കറിയില്ല കേട്ടോ. ഇനി അറിയെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് വന്നു. അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് കാരക്ക ഐറ്റങ്ങളുണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എടുത്തൊക്കെ കഴിക്കാം കേട്ടോ. ട്രയലിന് വേണ്ടി അവർ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ച് നോക്കാം. വാങ്ങിച്ചില്ലെങ്കിൽ എന്താ, ടേസ്റ്റ് ചെയ്ത് നോക്കാം, അത്ര തന്നെ. അപ്പോൾ ഇതോടെ ഇന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു.